നമസ്കാരം. പാലക്കാട് ഷാഫി പറമ്പിൽ ഒരു വേള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സീറ്റ് തരപ്പെടുത്തുമ്പോൾ ഇന്നിപ്പോൾ ഉള്ള ഒരു അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് കാല് കുത്താൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തുമെന്ന് ഒരിക്കൽ പോലും ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. തനിക്ക് പ്രിയപ്പെട്ട തൻ്റെ ഒപ്പം നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി കോൺഗ്രസിലെ മറ്റ് നേതാക്കൾക്കൊപ്പം കിടപിടിച്ച് ഇല്ല അത് ഞാൻ പറയുന്ന ആൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് ഈ പറയുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് തരപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും ഷാഫി കരുതിയിട്ടുണ്ടാവില്ല, കോൺഗ്രസ് കരുതിയിട്ടുണ്ടാവില്ല എന്നാണ് നാം പറയുന്നത്. അതായത് ഇപ്പോൾ ഷാഫിയും ഷാഫിയുടെ കോൺഗ്രസിലെ സുഹൃത്തുക്കളും രാഹുലിനെ എങ്ങനെ അവിടെ മണ്ഡലത്തിൽ കാൽകുത്തിക്കാം എന്നുള്ള അതിനുവേണ്ടിയുള്ള പദ്ധതികൾ ഇടുന്നു. അതിനുവേണ്ടി സമാന്തര എ ഗ്രൂപ്പിൻ്റെ യോഗം കൂടി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്ന അവസരത്തിലാണ് നാം ഇത് പറയുന്നത്. അതായത് ഷാഫിയെ രാഹുലിനെ തടയുന്നതിന് തുല്യമാണ് ഷാഫി എന്ന് കരുതിക്കൊണ്ട് വടകര DYFI പ്രവർത്തകർ സമരം ചെയ്ത് ഷാഫി അതിൽ മൈലേജ് ഉണ്ടാക്കി എന്നത് സത്യം. മൈലേജ് ഉണ്ടാക്കി എന്ന് വെച്ചാൽ ഷാഫിയുടെ ജനപ്രിയത. ഇവിടെ ഷാഫിയെ കണ്ടുകൊണ്ട് പാലക്കാട് ജനങ്ങൾ രാഹുലിനെ ജയിപ്പിച്ച് അവിടെ ഇപ്പോൾ MLAയുടെ ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് രാഹുലിന് അവിടെ കാലുകുത്താൻ കഴിയാത്ത അവസ്ഥയാണ്. അതിനെന്താണ് പോംവഴി എന്നാണ് ഇപ്പോൾ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമുക്കിവിടെ പറയേണ്ടി വരും. അതായത് പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി രാഹുലിനൊപ്പം മത്സരിച്ച C. കൃഷ്ണകുമാർ എന്ന BJP നേതാവിനും ഇതാ വരുന്നു മറ്റൊരു പെണ്ണ് കേസ്. അങ്ങനെ പെണ്ണ് കേസ് എന്ന് നമ്മളങ്ങ് പറഞ്ഞു പോവുകയല്ല, മറ്റൊരു പീഡന കഥ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിനെതിരെ പരാതി പ്രധാനമന്ത്രിക്ക് പോയിട്ടുണ്ട് എന്ന് വരെ ഇപ്പോൾ പറയുന്നുണ്ട്. ഏതായാലും പാലക്കാട് മത്സരിച്ച രണ്ട് സ്ഥാനാർത്ഥികൾക്ക് അറം പറ്റുന്നത് പോലെ അപവാദകഥ വന്നതിൻ്റെ ഫലമായി ഇപ്പോൾ കൃഷ്ണകുമാറും ആകെ പെട്ടിരിക്കുകയാണ്. കാര്യം പാൽ സൊസൈറ്റിയിലെ തെരഞ്ഞെടുപ്പ് മുതൽ ലോകസഭയിലെ തെരഞ്ഞെടുപ്പ് വരെ BJPക്ക് മത്സരിക്കാൻ ഒരേ ഒരു കൃഷ്ണകുമാർ മാത്രമേ പാലക്കാടുള്ളൂ. ആ കൃഷ്ണകുമാറിന് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇത് വലിയ പ്രശ്നമാണ് BJPക്ക് അവിടെ ഉണ്ടാകുന്നത്. BJP ഇനിയിപ്പോൾ ആരെ അവിടെ നിർത്തും? കൃഷ്ണകുമാർ പറയുന്നു ഇത് പഴയ കേസാണെന്ന്. കൃഷ്ണകുമാറിനെ എതിർ നിൽക്കുന്ന BJPക്കാരും സന്ദീപ് വാര്യനും പറയുന്നു ഇത് പഴയതൊന്നുമല്ല, കോടതിയിൽ നിന്ന് അങ്ങനെ വിധിയൊന്നും വന്നിട്ടില്ല എന്ന്. ഏതായാലും ഇത്തരത്തിൽ BJPയുടെ ഒരു നേതാവും രാഹുൽ മാങ്കൂട്ടത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പാലക്കാട് മണ്ഡലം കൂടുതൽ ശ്രദ്ധയിലേക്ക് വീണ്ടും പോവുകയാണ്. കാര്യം പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിൽ പറഞ്ഞിട്ട് രാഹുലിന് സീറ്റ് കിട്ടി, രാഹുൽ വളരെയധികം വോട്ട് നേടി ജയിച്ചു കഴിയുമ്പോൾ അവിടെ ഇപ്പോൾ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. ഈ വരുന്ന തദ്ദേശ ഇലക്ഷനിൽ BJPക്ക് അവിടെ ഇനി മത്സരിക്കണമെങ്കിൽ C. കൃഷ്ണകുമാറിൻ്റെ ഇത്തരത്തിലുള്ള പീഡന കഥകളൊക്കെ തന്നെ ആകപ്പാടെ പൊല്ലാപ്പാവുകാനാണ് സാധ്യത. ഏതായാലും BJPയുടെ ശക്തി കേന്ദ്രത്തിൽ അവർ സമരം നടത്തിയ സമരം കൃഷ്ണകുമാറിന് ഈ പീഡന കഥ ഉണ്ടാകുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമരം സംഘടിപ്പിച്ചിരുന്ന BJPക്ക് ഇപ്പോൾ ഒരു സമരം സംഘടിപ്പിക്കാനോ രാഹുലിനെതിരെ പ്രതിഷേധം നടത്താനോ പറ്റാത്ത രീതിയിൽ C. കൃഷ്ണകുമാറിനെതിരെ അപവാദ കഥ വന്നിരിക്കുന്നു. ഏതായാലും CPMന് ഇത് നേട്ടമാകുമോ എന്ന് ചോദിച്ചാൽ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ അത് എങ്ങനെ പ്രതിഫലിക്കും? ഈ ഇരു രാഷ്ട്രീയ പാർട്ടികൾക്കും പാലക്കാട് ഈ ഒരു അവസ്ഥയിൽ, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന രാഹുലിന് ഇങ്ങനെ ഒരു കഥ, രണ്ടാമത് ഇത്തരത്തിൽ C. കൃഷ്ണകുമാറിനെതിരെ ഒരു കഥ. അപ്പോൾ C. കൃഷ്ണകുമാറിനെതിരെ ഇത്തരത്തിൽ പരാതി ഉണ്ടാകുമ്പോൾ എങ്ങനെ BJP രാഹുലിനെതിരെ സമരം ചെയ്യും? എന്നാൽ ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് ഷാഫിയും കൃഷ്ണകുമാറും തമ്മിലുള്ള ഇരിപ്പുവശത്തിന്റെ ഫലമായി BJPയുടെ രാഹുലിനെതിരെയുള്ള സമരം ശക്തി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ CPMന് ഇത് നേട്ടമാകുമെന്ന് വെച്ചാൽ CPMനും ഉണ്ട് പാലക്കാട് വിഷയം. CPMന്റെ നിരവധി കമ്മിറ്റികളിൽ, ഏരിയ കമ്മിറ്റികളിലും ലോക്കൽ കമ്മിറ്റികളും ബ്രാഞ്ച് കമ്മിറ്റികളും ഒക്കെ തന്നെ സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ സുരേഷ് ബാബു എന്ന സെക്രട്ടറിക്കെതിരെ, അതായത് NN കൃഷ്ണദാസ്, അജയ്കുമാർ തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ പഴയ VS പക്ഷക്കാരും പാർട്ടിയെ സ്നേഹിക്കുന്നവരെന്ന് പറഞ്ഞ് ഒരു കൂട്ടരും, അതായത് ഔദ്യോഗിക പക്ഷവും അല്ലാതെയുള്ള വിമത പക്ഷവും ഒക്കെ ആയിട്ട് മണ്ണാർക്കാടും തൂങ്ങാമ്പാറയും ഒക്കെ തന്നെ CPMന് പാലക്കാട് അങ്ങനെ മറ്റൊരു വിഷയം. അപ്പോൾ നിലവിൽ നാം നോക്കുമ്പോൾ വരുന്ന തദ്ദേശ ഇലക്ഷനിൽ കോൺഗ്രസും BJPയും എന്തിന് CPM വരെ പാലക്കാട് മണ്ഡലത്തിൽ എന്തൊക്കെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ് നടക്കാൻ പോകുന്നത്? അതായത് പാലക്കാട് ഇനി എന്ത് സംഭവിക്കും? തദ്ദേശ ഇലക്ഷനിൽ കൃഷ്ണകുമാറിന്റെ ഈ അപഖ്യാതി BJPയെ ബാധിക്കുമോ? മുനിസിപ്പാലിറ്റി BJPക്ക് നഷ്ടമാകുമോ? കോൺഗ്രസിന്റെ രാഹുലിന്റെ വരവ് MLA ആക്കൽ ഷാഫിക്കുണ്ടായിരുന്ന അപ്രമാദിത്വം പോകുമോ? കോൺഗ്രസിന് അവിടെ എത്രത്തോളം സീറ്റ് മുനിസിപ്പാലിറ്റിയിൽ കിട്ടും? ഇങ്ങനെയുള്ള വിഷയങ്ങൾ, CPMലെ വിഭാഗീയത, പാലക്കാട് ഏതായാലും മറ്റു മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ വരുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധാകേന്ദ്രമാകും എന്നുള്ളത് നമുക്ക് അങ്ങനെ ഒരു ശ്രദ്ധാകേന്ദ്രം ആകാനാണ് സാധ്യത.
അത് നമുക്ക് കാത്തിരുന്ന് കാണാം.